അധികൃതരുടെ അനാസ്ഥയിൽ അനാഥത്വം പിറന്ന ആലപ്പുഴ വഴിശ്ശേരിയിലെ ആധുനിക അറവുശാലയ്ക്ക് അവഗണനയുടെ 6 വയസ്സ്. 1.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അറവുശാല പ്രവർത്തനം നിലച്ച നാളുകൾ പിന്നിടുമ്പോഴും ഭരണാധികാരികളുടെ പിടിപ്പുകേടിൽ നോക്കുകുത്തിയായി മാത്രം അവശേഷിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം അവഗണന നേരിടുന്ന ആലപ്പുഴ വഴിശ്ശേരിയിലെ ആധുനിക അറവുശാലയ്ക്ക് അവഗണനയുടെ കഥയാണ് പറയാനുള്ളത്. 2007 ഓഗസ്റ്റ് 27-നായിരുന്നു ആധുനിക അറവുശാലയുടെ ഉദ്ഘാടന മഹാമഹം. അന്നത്തെ ധനമന്ത്രിയും ഇന്നത്തെ MLA-യുമായിരുന്ന തോമസ് ഐസക്കായിരുന്നു ഉദ്ഘാടകൻ. ആധുനിക അറവുശാല എന്ന ബോർഡ് പതിപ്പിച്ച അറവുശാല എത്തിയെങ്കിലും പേരിനാസ്പദമായ രീതിയിൽ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് ജോസഫ് പറയുന്നു. ഇത് 2007 അതായത് 25/8/2007 ഇത് ഉദ്ഘാടനം ചെയ്തതാണ്. ഇത് ഉദ്ഘാടനിച്ച ബഹുമാനി അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ്. അന്ന് ഞങ്ങളെ കൗൺസിൽ കൂടിയപ്പോൾ അന്നിരുന്ന ചെയർമാൻ CP ചിത്രഞ്ജനാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച ശേഷം മാത്രമേ നമുക്കിത് ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം അതൊന്നും കേൾക്കാതെ കൗൺസിലിൽ അന്ന് ഇന്നും വിയോജനക്കുറിപ്പ് ഞങ്ങളുടെ വിയോജനക്കുറിപ്പുണ്ട്. 2007 25/8/2007 അദ്ദേഹം ഡോക്ടർ തോമസ് ഐസക്കിനെ കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തു. ഇത് ഉദ്ഘാടനം ചെയ്തേണ്ട 16 ദിവസം കഴിഞ്ഞപ്പോൾ അത് 2025/8/2007 ഉദ്ഘാടനം ചെയ്ത് കറക്റ്റ് 16 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ 2007, 2008, 2009, 2010, 2011, 2012 ഇത് 13 വർഷമായി. ഒരു നീണ്ട ഇത്തരം ഒരു കാലമായിട്ട് പോലും ഇത് തുറക്കാൻ ആലപ്പുഴ നഗരസഭയിൽ നിന്ന് ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. 1 കോടി രൂപ മുടക്കിയാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒന്ന് പുല്ല് കയറി കിടക്കുന്നു. ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഈ പ്ലാന്റും ഇന്നവരെ 16 ദിവസം ഇന്നവരെ തുറന്നു നോക്കാനോ പിടിക്കാനോ ഒന്നും തന്നെ 1.5 കോടി ചിലവഴിച്ച് നിർമ്മിച്ച ആധുനിക അറവുശാല പ്രവർത്തിച്ചതാവട്ടെ നാമം മാത്രമായ ദിവസങ്ങളിലും. അറവുശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട പ്രവർത്തന സജ്ജമാകുന്നതുവരെ അറവുശാല പൂട്ടിയിടാൻ നിർദ്ദേശിച്ചു. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അറവുശാല പൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാനോ പ്രവർത്തന യോഗ്യമാക്കാനോ നഗരസഭാ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിനായി അവർ പരിശ്രമിച്ചിട്ടില്ല. അതിന് നഗരസഭാ ഭരണ നേതൃത്വം കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ പറയും. അതിൻ്റെ ആധുനിക സജ്ജീകരണങ്ങളൊന്നും പോരാ എന്നുള്ളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതിനകത്തുണ്ടാക്കണം. എന്നാലേ നമ്മുടെ ഈ ബ്ലഡും അതുപോലെ ചാണകവും ഒക്കെ അതിനകത്ത് ചീട്ടിട്ട് ഇത് പ്യൂരിഫൈ ചെയ്ത് നല്ല ക്ലിയർ വാട്ടറായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ അതിനകത്തുണ്ട്. അപ്പം നമ്മളിത് പൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറച്ചിക്കടക്കാരെ വേണമെങ്കിൽ ഇറച്ചി കച്ചവടം നമുക്ക് നിരോധിക്കാം. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വേസ്റ്റ് ഇവിടെ എങ്ങും ഇടാതെ ഇത് ശരിയാകുന്നതുവരെ ഞങ്ങൾ എവിടെയെങ്കിലും ആർക്കെല്ലാം കൊടുത്തോളാം. അല്ലെങ്കിൽ മീൻ വളർത്തുകാർക്കോ അല്ലെങ്കിൽ പന്നി വളർത്തുകാർക്കോ അങ്ങനെ കൊടുത്തോളാം എന്നുള്ള എഗ്രിമെൻറ്റിൽ നമ്മൾ പൂട്ടാതെ അവരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിത് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഇത് ക്ലീൻ ചെയ്തിപ്പോൾ താൽക്കാലികമായിട്ട് അത് എല്ലാവരും ചെയ്യത്തില്ല. ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് IRTCക്കാരെ ഞങ്ങൾ നെട്ടുകാരെ വിളിച്ച് അപ്പോൾ അവർ പ്രൊജക്റ്റ് തയ്യാറാക്കി തന്നിട്ട് വേണം, ഫണ്ട് ഉണ്ട്, അപ്പോൾ എന്നിട്ട് വേണം അത് തുറക്കാനായി. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് ഒരു ടാങ്ക് വെച്ചാൽ ഇപ്പോൾ ആർക്കെല്ലാം നമ്മൾ ടെൻഡർ കൊടുത്താൽ ഏതെങ്കിലും ഒരാളത് ഉത്തരവാദിത്തപ്പെട്ടേറ്റ് അതങ്ങ് പോകും. ഉദ്ഘാടനം കഴിഞ്ഞ 6 വർഷങ്ങൾ പിന്നിടുമ്പോഴും നഗരത്തിൽ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ആധുനിക അറവുശാല. കോടികൾ ചിലവഴിച്ച ഉപകരണങ്ങളൊക്കെയും തുരുമ്പ് പിടിച്ച നശിച്ച അവസ്ഥയിലുമാണ്. അറവുമാടുകളെ ആധുനിക രീതിയിൽ അറക്കാനായി നിയോഗിച്ച സ്ഥലം ഇന്ന് കാട് പിടിച്ച് ഇഴജന്തുക്കൾക്ക് ആവാസഭൂമിയായി മാറിയിരിക്കുന്നു. വളരെ കുറഞ്ഞ ശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റാണ് ആധുനിക അറവുശാലയുടെ പ്രവർത്തന തടസ്സമെന്ന് കണ്ടെത്തിയിട്ടും അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെ കോടികൾ വെള്ളത്തിൽ കലക്കി നഗരസഭയും ഭരണാധികാരികളും ഇരുട്ടിത്തപ്പുകയാണ്.